വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന ഹിയർ. ഇന്ന് എൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ്. ചെറിയ ബ്ലോഗല്ല, ചിലപ്പോൾ ലെങ്ത് കൂടാം. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ്. ഇന്ന് ഞാൻ പാലക്കാട്, അതായത് തൃശ്ശൂർ. കാരണം നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂർ പാലക്കാട് ബോർഡർ ആയതുകൊണ്ട് ചിലപ്പോൾ പാലക്കാട് പറയും, ചിലപ്പോൾ തൃശ്ശൂർ എന്ന് പറയും. പക്ഷേ ആ ഒരു ബോർഡറാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാവിലെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ബാഗ് രാവിലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് മടിയൊക്കെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. ഭയങ്കര മടി കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് സ്കൂളിലേക്ക് പോകണ പോലെ. അവിടെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ബട്ട് എന്നാലും നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സ്ഥലത്ത് നമ്മൾ പോയാലും ഈ ഒരു വീടും ഈ ഒരു ബെഡ്റൂമുമാണ് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു 5 ദിവസം ഞാനിപ്പോൾ നിന്നു. ഹസ്ബൻഡ് 3 ദിവസം അപ്പോൾ ഹസ്ബൻഡ് പോയി. പിന്നെ 2 ദിവസം കൂടി ഞാൻ എക്സ്ട്രാ നിന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നത് ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ബാക്കി വിശേഷങ്ങൾ വഴിയേക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റു, പല്ലേച്ചു, ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി. അതിന് നേരെ ഞാൻ ചായ കുടിക്കാനാണ് പോയത്. എനിക്ക് പല്ലേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ കുടിക്കണം, അതും പാൽ ചായ. അത് പതപ്പിച്ചിട്ട് കുടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ചായ കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും റിലാക്സ് ചെയ്ത് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചായ കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ വർക്കിന് പോകുന്ന ടൈമിലൊന്നും എനിക്കത് പോസിബിൾ അല്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ ഫ്രീ ടൈമിലൊക്കെ മെയിനായിട്ട് ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ ഇരുന്ന് പതുക്കെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ഇന്ന് എണീറ്റ് തന്നെ തൃശ്ശൂരിലേക്ക് പോകാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അത്ര നേരത്തെ ഒന്നുമല്ല, ഒരു 7:30-8 മണി ആ ടൈമൊക്കെയാണ് എണീറ്റത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ടൊന്ന് നന്നായിട്ട് കഴുകി അതിന് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ തല ഒന്നും നനച്ചില്ല. ഞാൻ പിറ്റേ ദിവസം തല നനച്ചുകൊണ്ട് ഞാൻ തല നനച്ചില്ല, ജസ്റ്റ് ഒന്ന് മേലഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. ഞങ്ങളുടെ ഇവിടെ എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല കനത്തിലുണ്ടാവും. പക്ഷേ ഈ പാലക്കാട്, തൃശ്ശൂർ ഞാൻ അവിടേക്ക് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള മിക്ക സ്ഥലത്തും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടെ എപ്പോഴും വെച്ച് അതിപ്പോൾ വാപ്പിച്ച് വന്നിട്ടോ ഞാനുള്ളതുകൊണ്ടോ ഒന്നുമല്ല, ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബൾക്കായിട്ട് ഉമ്മച്ചി ഫുഡ് കാര്യങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നേരെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പാക്കിങ്ങിലാണ്. എപ്പോഴാണെങ്കിലും, അതായത് ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ഞാൻ ഈ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ, അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യും എല്ലാം എടുത്തോന്ന്. മാക്സിമം എൻ്റെ സ്കിൻ കെയർ അതൊക്കെ ഞാൻ മറക്കില്ല. ബാക്കിയുള്ള എന്തെങ്കിലും നമ്മളധികം യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എന്തായാലും മറന്നു വെക്കാറുണ്ട്. അവിടെ നിന്ന് എടുക്കാനും മറക്കും, ഇവിടെ നിന്ന് കൊണ്ടുപോകാനും മറക്കും. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴാണെങ്കിലും വരുമല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും എന്ന് മാത്രം. അങ്ങനെ ഞാനൊക്കെ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 9:30 ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ വാപ്പിച്ചാക്കി തരും. അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ ബസ് അല്ലെങ്കിൽ പാലക്കാട് ബസ്, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഔഫ്ലേ ബൈ, ടാറ്റ പറ. എണീക്കടാ, കിടന്നുറങ്ങാനവൻ. എന്തൊക്കെ സാധനങ്ങളാണ് അവൻ്റെ കയ്യിൽ. റൂം സ്പ്രേ, തന്നെ 5-6 ഉണ്ട്. സോ നമ്മളിപ്പോൾ കളമശ്ശേരിയിലാണ് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു ബസ് വന്നത്. അത് നേരിട്ട് ബസ്സല്ല, തൃശ്ശൂർ ബസ്സാണ്. അപ്പോൾ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് പാലക്കാട് ബസ് കയറേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആലുവയ്ക്ക് എത്തി. ആലുവ സ്റ്റാൻഡിൽ കയറിയില്ല, അതുകൊണ്ട് പക്ഷേ ബാക്കി എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ട് നല്ല സ്ലോ ആയിരുന്നു. ടൈം കുറേ ആയി. ഇവിടെയൊക്കെയാണെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്തായാലും 12:30 ടൈം എന്തോ ആയി. 10 മണിക്കൊന്ന് ബസ് കയറിയിട്ട് 12:30ക്ക് ഞാൻ തൃശ്ശൂരിലെത്തിയത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാലക്കാട് ബസ് കയറി. ഇവിടെ കുതിരാൻ എത്തുമ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് വാണിയമ്പാറ ഞങ്ങളുടെ സ്റ്റോപ്പ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി. എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിക്കാൻ വന്നു. ഞാൻ നേരത്തെ വിളിച്ചതാണ്, പക്ഷെ ഞാൻ എത്തിയിട്ടാണ് ആളെത്തിയത്. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ എത്ര നേരത്തെ വിളിച്ചാലും ഞാൻ എത്തിക്കേണ്ട ആളെത്തുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആളെന്നോട് പറഞ്ഞത് നമുക്കൊരു കല്യാണമുണ്ട്, നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം. പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഭയങ്കര ടയേർഡാണ്, പിന്നെ വീട്ടിൽ ഫുഡില്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഓക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ കല്യാണത്തിന് പോകാൻ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഗൈസ്, ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരു കല്യാണം ഉണ്ട് ഇവിടെ അടുത്ത്, അപ്പോൾ അതിന് ജസ്റ്റ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഇട്ടുണ്ട്. ലിപ്സ്റ്റിക് ഫെയ്ഡായിപ്പോയി, അതുകൊണ്ട് മാത്രം പോകാൻ താല്പര്യമില്ല. പിന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് ഗൈസ്. റെഡിയായാ? റിച്ച് ലുക്കിലോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ എങ്ങോട്ട് പോണോ? കല്യാണം എന്തിനാ ഇത്ര മേക്കപ്പ് ചെയ്യണത്? റിച്ച് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എങ്ങനെ റിച്ച് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഞാൻ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. അത് ഇറങ്ങില്ലേ? ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഫുഡ് കൗണ്ടറാണ് ആദ്യം അവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അങ്ങോട്ട് കഴിച്ചു. കാരണം ടൈം ഏകദേശം ഒരു 1:30 ടൈമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ചെക്കനും ഫാമിലീസൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മളത്ര ലേറ്റ് അല്ല. അങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ ഇത്താത്തൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായി എന്ന് ജസ്റ്റ് ഞാൻ കുറേ നാളെ പോയിട്ട്, അപ്പോൾ ജസ്റ്റ് അത് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ദാ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി. എത്തിയപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ വന്ന് ഞാൻ പറഞ്ഞില്ല ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നേരെ വന്ന് ഞാൻ ഡ്രസ്സ് ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ജസ്റ്റ് അധികം നേരം ആയിട്ടില്ല, മെഷീനിട്ടില്ല. അപ്പോൾ ഇതന്നെ ഇടാമെന്ന് ഓർത്തു. അങ്ങനെ ഇതിട്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത്. ഫുഡൊക്കെ കഴിച്ചു വന്നു. നല്ല ടയേർഡുണ്ട്. എപ്പോൾ ഇറങ്ങിയതാണെന്നറിയോ? ഇറങ്ങിയതാ ഞാനൊരു 10 മണി 9:30 ആ ടൈമിൽ ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ 1 മണിയായി. 11, 12, 3 മണിക്കൂറായി. അത് ഈ ബസ് ഭയങ്കര ഈ ആമ ഇഴയണ പോലെ എല്ലാ സ്റ്റോപ്പിലും നിർത്തുകയും ചെയ്യും. KSRTC ബസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ടയേർഡ്. വെയിലൊന്നുമില്ല, മഴക്കാറായിട്ട് ചെറുതായിട്ട് പൊടിഞ്ഞ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ചൂട് ഫീൽ ചെയ്യണം, ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മേക്കപ്സൊക്കെ റിമൂവ് ചെയ്യാണ്. പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം, ഫ്രഷ് ആവണം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. എനിക്ക് നല്ലൊരു ടയേർഡ് ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ വരാം. ആൻഡ് കീപ് വാച്ചിങ്. പണിക്കാരൻ നമ്പർ 1 ആൻഡ് പണിക്കാരൻ നമ്പർ 2. 2 മണി തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അതിന് വൈകുന്നേരത്തേക്ക് ഫുഡിനുള്ള പ്രിപ്പറേഷനിലാണ്. മറിന് ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചട്നിയും ചമ്മന്തിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചട്നി ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന നേരത്തെ ദോശ ചൂടോടുകൂടി കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ മഗ്‌രിബിൻ്റെ ടൈമായപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു ബാൽക്കണി, നല്ല മഴയുണ്ടായിരുന്നു. ഈ ഒരു ബാൽക്കണി, ഈ ഒരു ലൈറ്റ്, മഴ, നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചു. എനിക്ക് ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം, ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ എൻ്റെ വീഡിയോസ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്താലാണ് എൻ്റെ വീഡിയോസിൻ്റെ ലെങ്ത് എനിക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.